ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ PP ദിവ്യയ്ക്ക് ജാമ്യം അപേക്ഷിച്ച തലശ്ശേരി സെഷൻസ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും നീതിപീഠത്തിനും നീതിബോധം നഷ്ടമായി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് കൃത്യമായും നിയമ വിദഗ്ധർ എത്തി നിൽക്കുന്നത്. ജസ്റ്റിസ് നിസാർ അഹമ്മദ് കേസ് പരിഗണിക്കവേ 11ഓളം ചോദ്യങ്ങൾ മഞ്ജുഷയുടെ അഭിഭാഷകനായ ജോൺ റാൽഫ് അവതരിപ്പിച്ചിരുന്നു. ഈ 11 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് പെട്രോൾ പമ്പ് തുടങ്ങാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ അതിനെ തടുക്കാൻ ശ്രമിച്ചില്ല? പകരം അതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫയലിൽ തീരുമാനമുണ്ടാക്കാനാണ് ADMനോട് ആജ്ഞാപിച്ചത് എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ്. അതുമാത്രമല്ല, അഴിമതിക്കാരനായിരുന്നു നവീൻ ബാബു എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് എടുക്കാൻ തയ്യാറായില്ല? അഴിമതി നിരോധന നിയമപ്രകാരമുള്ള, അതായത് 8ാം വകുപ്പ് പ്രകാരമുള്ള പ്രശാന്തിൻ്റെ മൊഴി എവിടെയാണ്? ആ മൊഴി ഒരിടത്തും കാണുന്നില്ല. അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാൽ വിവക്ഷിക്കപ്പെടുകയാണ്. മരണമടഞ്ഞ ആൾക്ക് നീതിക്ക് വേണ്ടി കരയാൻ കഴിയില്ല എന്ന ഏറ്റവും കൃത്യമായ വാക്കുകളാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കുറിച്ചിരിക്കുന്നത്. അത് കൃത്യമായും ആ അതായത് 8 മുതൽ 14B വരെയുള്ള സെഷനിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വിശ്വന്റെ ചോദ്യം, അതായത് PP ദിവ്യയുടെ അഭിഭാഷകനായ വിശ്വന്റെ ചോദ്യങ്ങളെ കൃത്യമായും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ജോൺ റാൽഫ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് വിശ്വൻ നിന്ന് വിയർത്ത് കുളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. വ്യാജ കഥകൾ ഉണ്ടാക്കി PP ദിവ്യയെ രക്ഷിച്ചു കളയാമെന്ന വിശ്വന്റെ കോൺഫിഡൻസ് ആണ് ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വ്യാജ കഥകൾ മുമ്പും കെട്ടിച്ചമച്ചിട്ടുണ്ട്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണം വിശ്വനെതിരെ ഗുരുതരമായി പലരും ആരോപിക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദീപക് ധർമ്മടം എന്ന മാധ്യമ പ്രവർത്തകൻ എത്രത്തോളം റിസ്ക് എടുത്താണ് PP ദിവ്യയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ദീപക് ധർമ്മടം കൃത്യമായിട്ടുള്ള അജണ്ടകളോടെ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ അകത്താകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കൃത്യമായ അന്വേഷണം നടത്താൻ ധീരതയോടെ മുന്നോട്ട് വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ദീപക് ധർമ്മടം ഒരു ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പണി പാളുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഉപജാപക വൃന്ദത്തിൻ്റെ നേതാവാണ് ദീപക് ധർമ്മടം എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിണറായി വിജയനുമായും CPIM കണ്ണൂർ ലോബിയുമായും മാഫിയ സംഘവുമായും അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് എന്ന ആരോപണം അതിശക്തമായി തന്നെ നേരത്തെ കോൺഗ്രസ് നടത്തിയിരുന്നതാണ്. ഇയാളെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കൂട്ടാനേ കഴിയില്ല എന്ന് അന്ന് തന്നെ പല മീഡിയ പ്രവർത്തകർ പോലും ഓപ്പണായി പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം, പ്രശാന്ത് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് അത് കോടതി പരിഗണിക്കുന്നില്ല? അപ്പോൾ അതിന് കൂട്ടുനിന്ന വ്യക്തിയായ ദിവ്യയെ എങ്ങനെ ജാമ്യം കൊടുക്കാൻ അനുവദിക്കും? മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്കെതിരെ കുറുക്ക് മുറുകുകയാണ്. വിജിലൻസ് കേസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെതിരെ എടുത്തില്ല? അഥവാ ഇദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ ഒരേ ഒരു കാരണമാകുന്നത് കളക്ടർ അരുൺ K. വിജയൻ്റെ മൊഴിയായിരുന്നു.
അതായത് എനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടറുടെ ചേംബറിൽ വൈകുന്നേരം വന്ന് അരുൺ കെ വിജയനോട് തുറന്ന് സമ്മതിച്ചു എന്ന മൊഴിയാണ് കൃത്യമായും അരുൺ കെ വിജയൻ നൽകിയത്. എന്നാൽ മഞ്ജുഷയുടെ മൊഴിയോ അല്ലെങ്കിൽ എ ഗീതയുടെ, അതായത് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീതയുടെ റിപ്പോർട്ട് ഒന്നും തന്നെ കോടതി പരിഗണിച്ചില്ലേ എന്ന വലിയ ചോദ്യമാണ് ബാക്കിയായി നിൽക്കുന്നത്. 11ഓളം ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അടുക്കി അഡ്വക്കേറ്റ് ജോൺ റാൽഫ് നൽകിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും തന്നെ തലശ്ശേരി സെഷൻസ് കോടതി പരിഗണിച്ചതേയില്ല. കണ്ണടച്ചിരിക്കുകയായിരുന്നു. നീതിപീഠത്തിൽ നിന്നും നീതി ലഭിച്ചില്ല തനിക്ക് എന്ന് മഞ്ജുഷ ഉറപ്പിച്ച് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഈ 11 ചോദ്യങ്ങളോട് കോടതി കൃത്യമായും മൗനം പാലിക്കുകയായിരുന്നോ, ടി.പി. ദിവ്യയ്ക്ക് ജാമ്യം കൊടുക്കുക എന്നുള്ള ഏകപക്ഷീയമായ നിലപാടിലേക്കായിരുന്നോ എത്തിയിരുന്നത് എന്ന ചോദ്യം അവിടെ കൃത്യമായി എത്തി നിൽക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഭിഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ തഹസീൽദാരാണ്. ഇവരൊന്നും അറിയാതെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയത്, അതും പരിയാരം മെഡിക്കൽ കോളേജിൽ, അതും ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ദുരൂഹതകളേറെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ ഇത്രയും വേഗത്തിലാക്കിയത്? ആരെ രക്ഷിക്കാനാണ് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇവിടെയാണ് ഈ കള്ളക്കളികൾ മുഴുവൻ പുറത്താകുന്നത്. അതായത് ഇത് നീതിപീഠത്തിന് പോലും വലിയ രീതിയിൽ നീതിബോധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് പറയുന്നത്.